മൂവാറ്റുപുഴയിൽ അവിടെ ആ നഗരസഭ UDF ഭരിക്കുന്നതാണ്, അവിടുത്തെ MLA കോൺഗ്രസിൻ്റെതാണ്. പക്ഷേ നഗരസഭയും UDFിൻ്റെ MLAയും രണ്ടും രണ്ട് തട്ടിൽ നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇരു കൂട്ടരുടെയും നേതൃത്വത്തിൽ പ്രത്യേകം ഓണാഘോഷ പരിപാടികൾ നടത്തിയതോടെയാണ് ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും എന്താണ് ആ ഭിന്നത, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. തിയോഫിൻ, മൂവാറ്റുപുഴ UDF ഭരിക്കുന്ന നഗരസഭയാണ്, കോൺഗ്രസിന്റെ MLA ആണ് അവിടെയുള്ളത്. പക്ഷേ രണ്ടുപേരും രണ്ട് ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. ഭിന്നതകൾ മറനീക്കി പുറത്തേക്ക് വരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള ഈ ഭിന്നതയ്ക്ക് കാരണം? മനു, അതായത് മൂവാറ്റുപുഴയിൽ MLAയുടെ ചില തീരുമാനങ്ങളും ഇടപെടലും ഒക്കെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരസഭയും MLAയും തമ്മിൽ നേരത്തെ തന്നെ രണ്ട് ദിശയിലാണ് പോകുന്നതെന്നൊരു അഭിപ്രായം നാട്ടുകാർക്കിടയിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഓണാഘോഷ പരിപാടികൾ, അതായത് ഒരേ ദിവസം രണ്ട് വ്യത്യസ്ത വേദികളിൽ, ഒന്ന് നഗരസഭയുടെ ഓണാഘോഷ പരിപാടി, മറ്റൊന്ന് MLAയുടെ ഓണാഘോഷ പരിപാടി, അങ്ങനെ രണ്ട് ഓണാഘോഷ പരിപാടി വന്നതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. എന്തായാലും ഒരു ഓണത്തല്ല് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ രണ്ട് പരിപാടികളും ഒരേ സമയം ഒരേ ദിവസം രണ്ട് വേദികളിൽ പ്ലാൻ ചെയ്തതോടുകൂടി വിഷയം വലിയ ചർച്ചയായി തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇരു കൂട്ടരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മറനീക്കി പുറത്തു വന്നു തുടങ്ങിയിരുന്നത്. മോറ്റോണം എന്ന പേരിലാണ് MLA പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിൽ ത്രിവേണി ഓണം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നതിൽ ഈ നേതാക്കൾ ഏത് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തിയത്. അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു. അതിനിടയിൽ പിന്നീട് പരിപാടി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെയാണ് ഈ പരിപാടിയൊക്കെ നടന്നത്. അവിട്ടം ദിനത്തിലായിരുന്നു ഈ രണ്ട് പരിപാടി സമാന്തരമായി ഒരേ ദിവസം ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് നടന്നത്. അങ്ങനെ വന്ന് ചർച്ചയായതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ച വന്നതോടുകൂടി ചോദ്യങ്ങൾ ഉയർന്നു, നേതാക്കൾ ഏത് പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമെന്ന്. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് എന്തായാലും നേതാക്കളൊക്കെ രണ്ട് പരിപാടിയിൽ, അതായത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികളിൽ പങ്കെടുത്ത് മുഖം രക്ഷിക്കാനുള്ളൊരു നിലപാടിലേക്ക്, അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തി. അങ്ങനെ പരിപാടികളിൽ ഇപ്പോൾ നഗരസഭയുടെ പരിപാടിയിൽ MLAയും പങ്കെടുത്തു, MLAയുടെ പരിപാടിയിൽ നഗരസഭാ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുകയും ചെയ്ത് അങ്ങനെ മുഖം രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. എന്തിന് ഒരുമിച്ച്, അതായത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി യോജിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയും അതിന് പാർട്ടി പിന്തുണ നൽകുകയും ചെയ്യുന്നതിന് പകരം എന്തിനാണ് MLA വേറൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നൊരു ചോദ്യം എന്തായാലും ഉയർത്തുന്നുണ്ട്. ആ ചോദ്യം ഇപ്പോൾ പാർട്ടിയിലെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും അഭിപ്രായ ഭിന്നത ഉണ്ട്. ഇരു വിഭാഗവും രണ്ട് പരിപാടിയിലും പങ്കെടുക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് നൽകി മുഖം രക്ഷിച്ചെങ്കിൽ കൂടി പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടില്ല. എന്തായാലും ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. താനാണ് മിടുക്കൻ എന്ന രീതിയിലൊരു ബലപരീക്ഷണത്തിന് MLA മുതിർന്നതാണെന്നൊരു ആക്ഷേപം കൂടി അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും MLA ചെയർപേഴ്സൺ രാഷ്ട്രീയ പോര് സജീവ ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് മൂവാറ്റുപുഴയിൽ. ശരി, നമുക്ക് നോക്കാം മൂവാറ്റുപുഴയിൽ എന്താണ് സംഭവിക്കുന്നത്. MLAയും കോൺഗ്രസിന്റെ ചെയർപേഴ്സണും രണ്ടുപേരും രണ്ട് വഴിക്കാണോ പോകുന്നത്? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണോ രണ്ട് ഓണാഘോഷം വന്നത്? ആ സംശയമാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് അണികൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഭിന്നത പരസ്യമായി മറനീക്കി പുറത്തേക്ക് വരുന്നു എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.